സോ അധികം ഒന്നും പറഞ്ഞ് ലാഗാക്കുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ റീസെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഇറ്റ്സ് മീ അലൻ, ലെറ്റ്സ് ഹാവ് സം റിയൽ ടോക്സ്. നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ്. അതേസമയം നമുക്ക് ആ ഒരു ഓൺ ബ്രെയിൻ തന്നെ പ്രോഗ്രാമബിളും ആണ്. ഇപ്പം നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഫുൾ ഓവർ തിങ്കിങ്, ലേസിനെസ്, പ്രൊക്കാസ്റ്റിനേഷൻ, അതുപോലെ തന്നെ ഭയങ്കര സെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കണേ. സോ ആ ഒരു ബ്രെയിനെ നമ്മളൊരു പ്രോപ്പർ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ. ഇത് നമുക്ക് കുറച്ച് സ്റ്റെപ്സിലൂടെ പറഞ്ഞു പോകാം. നമുക്ക് എന്തെങ്കിലും ലൈഫിൽ തുടങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ലേസി അടിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഒരു പേടിച്ചൊക്കെ ഇരിക്കുന്ന സമയമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആ ഒരു സമയത്ത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ പേരാണ് 5 seconds റൂൾ. അതായത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. സോ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുക, 5 4 3 2 1. ആ ഒരു 1 എന്ന സെക്കൻഡിൽ തന്നെ മൂവ് ചെയ്യുക, പോയി സംസാരിക്കുക. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ 5 seconds റൂൾ എന്ന് പറയുന്നത്. ഈ ഒരു റൂൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലെ ആക്ഷനിലേക്ക് മാറ്റും. അതായത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെറുതെ ഇടുന്ന ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓവർ തിങ്കിങ് എടുത്ത് മാറ്റിയിട്ട് ആക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ മാറും. സോ ഇങ്ങനെ 5 4 3 2 1 പറയുമ്പോൾ നമുക്ക് അവിടെ ഓവർ തിങ്കിങ് ചെയ്യാനുള്ള സമയമില്ല. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻ എടുത്ത് പോകും ഓട്ടോമാറ്റിക്കലി. ഇതെല്ലാവർക്കും ഫസ്റ്റ് ടൈം തന്നെ പറ്റണമെന്നില്ല, ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദി സെക്കൻഡ് പോയിന്റ്, ടോക്ക് ലെസ്, ഒബ്സർവ് മോർ. ഇപ്പോഴത്തെ പീപ്പിൾസ് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഓപ്പൺ ആണ്. ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഡ്രീംസ് ഫുള്ള് പറയും, അല്ലെങ്കിൽ അവർക്ക് ഇത്ര രൂപ സാലറി കിട്ടുന്ന കാര്യം പറയും, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ചോദിക്കാണ്ട് തന്നെ ഇതെല്ലാം അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ റിയൽ ഗ്രോത്ത് എപ്പോഴും സൈലൻസിനാണ് ഉള്ളത്. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഞാൻ അത് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കോടികളിലേക്ക് എൻ്റെ ടാർഗറ്റ് ഞാൻ എത്തിക്കും, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഡ്രീംസ് എല്ലാം പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മുടെ ഈ ഒരു ഡ്രീംസ് കാര്യങ്ങളെല്ലാം പറയുക. നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോൾ ആയിക്കോട്ടെ, നമ്മളതിങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഒരു ആവശ്യമില്ലാണ്ട് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള എബിലിറ്റി കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല, റിസർച്ച് തെളിയിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ എപ്പോഴും നമ്മുടെ ഡ്രീംസ് പ്രൈവറ്റ് ആയിട്ട് വെക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം അത് പറയുക. സോ ഇനി ലൈഫിൽ കൂടുതൽ സംസാരിക്കണേക്കാൾ ഒബ്സർവ് ചെയ്യാണ്ട് പഠിക്കുക. സോ ദി തേർഡ് പോയിന്റ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ തന്നെ എന്താ, ഇങ്ങനെ ജസ്റ്റ് കാർഡ് രണ്ടും ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക, മോങ് മോഡൽ ഇങ്ങനെ ഇരിക്കുക, കുറേ കണ്ണടച്ചിരിക്കുക എന്നല്ലേ. ബട്ട് ഇതൊന്നും അല്ല ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 week അല്ലെങ്കിൽ ഒരു 2 week നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പവർ മനസ്സിലാവും. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ചെറിയൊരു ബേസ് മാത്രം പറഞ്ഞുതരാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടിയിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. സോ അവിടെ നോക്കിയാൽ മതി. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ ചൂസ് ചെയ്യാം. അതിപ്പോൾ ഈവൻ ഇരുന്നിട്ടായാലും, നമുക്ക് ബെഡിലിരുന്നാലും അല്ലെങ്കിൽ തറയിലിരുന്നിട്ടായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ ചെയറിൽ ഇരുന്നിട്ടായാലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രീത്തിങ്ങിലാണ്. ആ ഒരു ഇൻഹെയിലും എക്സെയിലും പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കണമെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. കാരണം ആസ് എ ബിഗിനർ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ തോട്ട്സ് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ താമസിക്കുന്ന ലോകം എന്ന് വെച്ചാൽ ഫുള്ള് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അല്ലേ. സോ നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ ഡിസ്ട്രാക്ഷൻസും തോട്ടും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കുറേ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സമയത്ത് ആ തോട്ട്സ് എല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ കണ്ണടച്ച് ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രീത്തിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് ഇൻഹെയിലും എക്സെയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് റിലീഫ് ചെയ്യാനായിട്ട് പറ്റും. സോ എപ്പോഴും നമ്മുടെ ബ്രീത്തിങ്ങിൽ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 50% മെഡിറ്റേഷൻ അവിടെ ഓക്കെ ആയിക്കോളും. സോ ഇങ്ങനെ ഡെയിലി ഒരു 2 minute വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒന്ന് ഒതുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു മെഡിറ്റേഷനിലൂടെ. സോ ദി ലാസ്റ്റ് പോയിന്റ്, സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ്. ചിലവർ പറയാറുള്ള കാര്യമാണ് ഞാൻ മൾട്ടി ടാസ്കിങ്ങിൽ കിങ് ആണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്ത് ഒരുപാട് സമയം സേവ് ചെയ്യും എന്നുള്ള കാര്യം. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു, മൾട്ടി ടാസ്കിങ് ഒരിക്കലും നമ്മുടെ ബ്രെയിനിൽ വർക്ക് ആവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നമ്മുടെ ബ്രെയിൻ ഒരിക്കലും 2 കാര്യങ്ങളിൽ ഒരേ സമയം ഫുള്ളി ഫോക്കസ് കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ ഫോണുണ്ട്. സോ അതിലൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അതും കൂടി മാനേജ് ചെയ്യാൻ ശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 2-3 റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കാനിരിക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ റീൽസിൻ്റെ ഇങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ പിന്നെയും ഫോണിലേക്ക് പോകും, സ്ക്രോൾ ചെയ്യും. എന്നിട്ട് അവസാനം സ്റ്റഡീസിലായാലും അല്ലെങ്കിൽ റീൽ സ്ക്രോളിംഗ് ആയാലും രണ്ടും പ്രോപ്പറായിട്ട് നടക്കൂല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ മൾട്ടി ടാസ്കിങ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെയും ക്രിയേറ്റിവിറ്റിനെയും 40% വരെ റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ലൈഫിൽ നിന്ന് മൾട്ടി ടാസ്കിങ് എടുത്ത് മാറ്റുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഫുള്ളി ഫോക്കസ് കൊടുക്കുക. സോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ലേസി ആണെങ്കിലും അതൊരിക്കലും ആ ലേസിനെസ് നിങ്ങളുടെ ബ്രെയിനിൽ ഫിക്സ്ഡ് അല്ല. അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യാന്നുള്ളൂ. സോ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും.